തുടരും. പലരും ഇവിടെ നിശിതമായി വിമർശിച്ച് ഇത് തിയേറ്റർ തൊടിയിക്കില്ല എന്ന് വരെ പറഞ്ഞ് നടന്നവരെ അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഈ സിനിമ മോഹൻലാലിൻ്റെ തുടരും തന്നെ ആയിരിക്കുമെന്നൊന്ന് പറഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് പടം റിലീസ് ചെയ്തു. ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകളെ അംഗീകരിച്ചുകൊണ്ടാണ് പലരും വന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു ഇനി മതി നിർത്താമെന്നും വിചാരിച്ചു. തുടരെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് അങ്ങനെ നിങ്ങൾ നിർത്തല്ലേ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും തുടരിങ്ങനെ ഒരു ജൈത്ര യാത്ര തുടരുന്നത്. നമുക്ക് പരിചയമുള്ള പല തിയേറ്ററുകളും ഞാൻ അന്വേഷിച്ച് മാത്രമല്ല അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നമ്മൾ 20 ദിവസം ഓടില്ലേ സാറേ, 25 ദിവസം അല്ല, അതിന് കൂടുതൽ ഓടും. കാരണം നമ്മൾ ഇത് കുറേ കഴിയുമ്പോൾ ആൾക്കാർ കുറയുമെന്നാണ് വിചാരിക്കുന്നത്. ആൾക്കാർ കുറയുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ബുക്കിംഗ് കൂടി വരുന്നു. അത് സ്ത്രീകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എവിടെയും വരെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. പോകുന്നിടത്തോളം പോട്ടെ എന്നാണ് അവർ സന്തോഷത്തോടെ പറഞ്ഞത്. അപ്പോൾ അവർ തിയേറ്ററുകാരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ ഈ തിയേറ്ററുകാർ അല്ല, രഞ്ജിത്തും കുടുംബവും വളരെ ഹാപ്പിയാണ്. കാരണം രഞ്ജിത്ത് കുറേ നല്ല സിനിമകൾ എടുത്ത് ചില സിനിമകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാഴയായിട്ട് പോലും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടായത്. ഈ പ്രോജക്റ്റ് ആകട്ടെ 6 വർഷം മുമ്പ് മോഹൻലാൽ കൊടുത്തൊരു ഡേറ്റാണ്. ആ ഡേറ്റിന് ഇപ്പോഴാണ് അത് പൂർണ്ണത വന്നത്. അത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, രഞ്ജിത്തിനും അല്ല മോഹൻലാലിനെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് എന്തൊരു പോക്കാ പോകുന്നത്. അങ്ങനെ ആൾക്കാർ എന്തൊരു പോക്കാണ്.